Good morning, all. Good morning. Thank you. പ്രപഞ്ച സൃഷ്ടാവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസം ആരംഭിക്കാം. ശാന്തിയും സമാധാനവും നിറഞ്ഞ നല്ലൊരു ദിവസം തുടങ്ങട്ടെ. നല്ല വാക്കും പ്രവൃത്തിയും നമ്മുടെ ദിവസത്തെ നയിക്കട്ടെ. സ്നേഹവും കരുണയും കൊണ്ട് ഇന്നത്തെ ദിവസം മനോഹരമാകട്ടെ. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാൻ എത്തിയിട്ടുള്ളത് എബി സാറാണ്. സാർ കാനഡയിൽ നിന്നാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. സാർ കാനഡ ഹോസ്പിറ്റലിൽ മെന്റൽ ഹെൽത്ത് കൗൺസിലർ ആണ്. സാറിനെ വളരെ സന്തോഷത്തോടു കൂടി ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. അതുപോലെ ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരെയും ഈ ഒരു സെഷനിലേക്ക് സ്നേഹത്തോടു കൂടി വെൽക്കം ചെയ്യാണ്. ഹലോ, ഞാൻ ഇന്ന് PPT ഒന്ന് ഷെയർ ചെയ്തു. എനിക്ക് വീഡിയോ വരാൻ പറ്റുന്നില്ല, എന്താണെന്ന് അറിയില്ല. ഹോസ്റ്റ് ആക്കാം, സാറിന് ഹോസ്റ്റ് ആക്കാം. ആ ഹോസ്റ്റ് ആക്കിയിട്ടുണ്ട് സാർ, ഷെയർ ചെയ്തോളൂ. ഓക്കെ, കാണാമോ? കാണാം. ഓക്കെ. ഓക്കെ, ഗുഡ് മോർണിംഗ് എവരി വൺ. വീണ്ടും നല്ലൊരു പ്രഭാതം എല്ലാവർക്കും കാണാൻ സാധിച്ചതിൽ ഈശ്വരനോട് അല്ലെങ്കിൽ ദൈവത്തോട് നമുക്ക് നന്ദി പറയാം. ഇന്ന് എൻ്റെ ടോപ്പിക്ക് നിങ്ങൾക്ക് കണ്ടു കാണും. എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് കൗണ്ട് യുവർ ബ്ലെസ്സിങ്, നോട്ട് യുവർ കംപ്ലൈൻസ്. ഇന്ന് വളരെ ഒരു ചെറിയൊരു ടോപ്പിക്കാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് രാവിലെ നമ്മൾ കണ്ണു തുറന്നപ്പോൾ ആദ്യം എന്താണ് നമ്മൾ ചിന്തിച്ചത്? ആർക്കെങ്കിലും ഒന്ന് പറയാം. ഇന്ന് രാവിലെ നമ്മൾ കണ്ണു തുറന്നപ്പോൾ മേ ബി എന്തായിരിക്കും ആദ്യമേ നമ്മളൊന്ന് ചിന്തിച്ചത്? എന്തെങ്കിലും പ്രശ്നങ്ങളാണോ? ഇന്നത്തെ കാര്യങ്ങൾ എങ്ങനെ ഓടും? ഇന്നലത്തെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചാണോ? അല്ലെങ്കിൽ എന്തെങ്കിലും അനുഗ്രഹങ്ങളെ ഓർത്താണോ നമ്മൾ എഴുന്നേറ്റത് രാവിലെ? ആർക്കെങ്കിലും ഒന്ന് പറയാമോ? കേൾക്കുന്നുണ്ടോ എന്നെ? കേൾക്കുന്നുണ്ട് സാർ. ഇന്ന് ചെയ്യാനുള്ള ടു ലിസ്റ്റ് ഇന്നലെ തന്നെ. എന്ത്? ഹലോ ഹലോ ആ സാറേ, കേൾക്കുന്നുണ്ടാ? ഓഡിയോ കട്ടായി. ഓക്കെ. ഇന്നലെ ചെയ്യാനുള്ള കാര്യങ്ങളെ ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മ ഇന്നലെ രാത്രി തന്നെ ടു ലിസ്റ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതാലോചിച്ചിട്ടാണ് എഴുന്നേൽക്കണത്. ഓക്കെ. ആർക്കെങ്കിലും ഒരാൾക്കൂടെ എന്തെങ്കിലും പറയാമോ? ഉറക്കിൽ നിന്ന് എഴുന്നേറ്റതിന് നന്ദി പറഞ്ഞത് എഴുന്നേറ്റ്. ഓക്കെ, ഗുഡ്, താങ്ക് യു. ഓക്കെ, ഒരു ചെറിയൊരു കഥ നോക്കാം. ഒരു കുട്ടി ദിവസവും ഇതില്ല അതില്ല എന്ന് പറഞ്ഞ് പരാതി പറഞ്ഞിരുന്നു. ഒരു ദിവസം അവന്റെ അച്ഛൻ എന്ത് ചെയ്തു? അവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവിടെ പല രോഗികളെയൊക്കെ കാണിച്ചു. അപ്പൊ അവന് മനസ്സിലായി, എനിക്ക് എത്രമാത്രം അനുഗ്രഹങ്ങളാണുള്ളത്. ഇവരെ അപേക്ഷിച്ച് ഇവരെ കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് പലവിധമായ അനുഗ്രഹങ്ങളുണ്ട്. അന്ന് മുതൽ അവന് പരാതി പറയുന്നത് നിർത്തി നന്ദി പറയാനായിട്ട് തുടങ്ങി. ഞാൻ ഇപ്പൊ ആദ്യമേ ചോദിച്ചു, നമ്മൾ എഴുന്നേറ്റപ്പോൾ എന്താണ് ആദ്യമേ ചിന്തിച്ചതെന്ന്, അല്ലെ? നമ്മൾ പലതും ആവലാതി കൊണ്ടായിരിക്കും. എന്ത് ചെയ്യണം, എന്ത് കുക്ക് ചെയ്യണം, എന്ത് കൊടുക്കണം, എന്ത് കുട്ടികൾക്ക് കൊടുക്കണം, ഇന്ന് എന്തായിരിക്കും, ഇന്ന് ഓഫീസിൽ പോകുമെങ്കിൽ എന്തായിരിക്കും, ഇന്നലത്തെ കാര്യം, ഇങ്ങനെ പലതും നമ്മൾ ആവലാതികളും പ്രശ്നങ്ങളും കാര്യമാണ് നമ്മൾ എഴുന്നേക്കുന്നത്, അല്ലെ? അപ്പം നമുക്ക് കുറേ ബ്ലെസ്സിങ്ങുകൾ നമുക്കുണ്ട്, പക്ഷെ അതെല്ലാം മറന്നു പോയിട്ട് ഇല്ലാത്തതിന്റെ പുറയിൽ നമ്മൾ ഓടുന്നവരാണ് നാം ഓരോരുത്തരും. ഇവിടെ നമുക്ക് ഇന്ന് മുതൽ ഒരു പുതിയ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു ദിവസം നമ്മുടെ പുതിയൊരു അനുഗ്രഹമാണ്. നമുക്കില്ലാത്തതിനെ കുറിച്ച് ചിന്തിച്ച് മനസ്സ് വിഷമിക്കുന്നതിനേക്കാൾ നല്ലത് ഉള്ളതിന് കൊണ്ട് നന്ദി പറഞ്ഞ് ഒരു ദിവസം ആരംഭിക്കുന്നതാണ്. ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കുന്നത് എന്താണ്?
നമുക്കില്ലാത്ത കാര്യങ്ങൾ, കിട്ടാത്ത അവസരങ്ങൾ, നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ. പക്ഷെ ഒരു നിമിഷം നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾക്കുള്ള അനുഗ്രഹങ്ങൾ എന്താണെന്ന്? കോമൺ ആയിട്ടുള്ള നമ്മുടെ അനുഗ്രഹങ്ങൾ എന്താണ്? എന്തൊക്കെയാണ് നമ്മുടെ കോമൺ ആയിട്ടുള്ള ഒരു അനുഗ്രഹങ്ങൾ? നമുക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യം, ശ്വാസം എടുക്കാൻ പറ്റുന്നുണ്ട്. എത്രയോ പേര് ഹോസ്പിറ്റലുകളിൽ നമ്മൾ വളരെ ഫ്രീ ആയിട്ട് എടുക്കുന്ന ഈ ശ്വാസം എത്രയോ പേര് കാശ് കൊടുത്ത് ഈ ശ്വാസത്തിന് വേണ്ടി കാശ് കൊടുത്ത് ഹോസ്പിറ്റലിൽ കിടക്കുന്നു. നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ട്, നമുക്കൊരു വീടുണ്ട്, ഒരു പാർപ്പിടമുണ്ട്, അല്ലെ, ഒരു ജോലിയുണ്ട്, അല്ലെ, നമുക്ക് നടക്കാം, ഇരിക്കാം. ഈവൻ നമ്മളുടെ ഒരു ഡെയിലി റൊട്ടീൻ പോലും ആരുടെ ആശ്രയം ഇല്ലാതെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ പലരും മറ്റുള്ളവരുടെ സഹായത്തിനായി നോക്കി നിൽക്കുന്ന അവസരങ്ങളുണ്ട്. മറ്റുള്ളവരുടെ സഹായം ഇല്ലാതെ എഴുന്നേൽക്കാൻ സാധിക്കാത്ത ആൾക്കാരുണ്ട്. അവരെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് എത്രമാത്രം ബ്ലെസ്സിങ് ആണ് നമുക്കുള്ളത്. അവിടെ കൗണ്ട് യുവർ ബ്ലെസ്സിങ്. നമ്മൾ ഓരോ ബ്ലെസ്സിങ്ങും നമ്മൾ കൗണ്ട് ചെയ്യേണ്ടിയിരിക്കുന്നു രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ, അല്ലെ? അപ്പൊ നമ്മൾ ഇതൊന്നുമല്ല, നമ്മൾ പലരും നോക്കുന്നത് ഇല്ലാത്തതിനെ കുറിച്ച്. എനിക്ക് എന്തുകൊണ്ട് അതില്ല, എനിക്ക് ആ പ്രശ്നമാണ്, അവർക്കിതുണ്ട്, എനിക്കിതില്ല. ഇങ്ങനെ ആവുമ്പോഴാണ് നമ്മുടെ നെഗറ്റീവ് തോട്ട്സുകളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. നമ്മുടെ വളർച്ചയെ അവിടെ തടയിടുകയാണ്. നമ്മൾ വളരുകയല്ല, നമ്മൾ അവിടെ തളരുകയാണ്. നമുക്ക് ചിന്തിക്കാം, പരാതി പറയാതെ അനുഗ്രഹങ്ങൾ എണ്ണിക്കൊണ്ട് ഓരോ ദിവസം എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാം? പരാതി പറയുന്നത് വളരെ എളുപ്പമാണ്. ചെറിയ പ്രശ്നം വന്നാൽ പോലും നമ്മൾ പരാതിപ്പെടും, നമ്മൾ അസ്വസ്ഥപ്പെടും. ഉദാഹരണമായി മഴ വന്നാൽ നമ്മൾ പറയും ഭയങ്കര മഴ, ചൂട് കൂടുതലായാൽ പരാതി, ജോലി കൂടുതലായാൽ പരാതി. എല്ലാത്തിനും നമ്മളൊരു പരാതി മനോഭാവത്തോടു കൂടിയാണ് കാണുന്നത്, അല്ലെ? ഇപ്പൊ ചിലയിടത്ത് മഴ കൂടുതല, ഭയങ്കര മഴ. ഇപ്പൊ നാട്ടിലെല്ലാം ഭയങ്കര ചൂടാന്ന് ഞാൻ കേട്ടു. അപ്പൊ എല്ലായിടും പരാതി. അപ്പൊ ഞാൻ ഓർക്കും, ഞാൻ ഇങ്ങനെ വിചാരിച്ചു, ഇന്നലെ ഇങ്ങനെ ഇത് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നാട്ടിലൊക്കെ ഭയങ്കര ചൂടാണ്. ഇതുപോലെയാണ് ഇവിടെയൊക്കെ ഭയങ്കര സ്നോയാണ്. ഇപ്പോഴും ഭയങ്കര സ്നോ ആയിട്ട് ആൾക്കാർക്ക് വെളിയിൽ ഇറങ്ങാൻ പോലും പറ്റാതെ, സ്നോ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വണ്ടി, നമുക്ക് ജോലിക്ക് എവിടെ പോകണമെങ്കിലും വാഹനം ഓടിക്കണം. അപ്പൊ വാഹനം ഓടിക്കാൻ നേരത്ത് വാഹനം സ്കിഡാവും, തെന്നിപ്പോവും, നമുക്ക് ഒന്നും കാണാൻ പറ്റത്തില്ല. പക്ഷെ ജോലിക്ക് പോയേ പറ്റത്തുള്ളൂ. അപ്പൊ ഇതെല്ലാം ഉണ്ട്. നമ്മൾ പരാതി കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും, മഞ്ഞ് വന്നാൽ പരാതി, മഴ വന്നാൽ പരാതി, ചൂട് കൂടിയാൽ പരാതി, ജോലി കൂടിയാൽ പരാതി, നമ്മുടെ കുടുംബത്തിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പാർട്ട്ണറുമായിട്ടുള്ള ഒരു പരാതി, കുട്ടികളെ ഓർത്ത് പരാതി, ഗ്രാൻഡ് പേരൻസിന്, നമുക്ക് എപ്പോഴും പരാതികളാണ്, അല്ലെ? എന്നാൽ നമുക്കുണ്ടാവുന്ന ഒരു അനുഗ്രഹങ്ങൾ നമ്മൾ ഓർത്തിട്ടുണ്ടോ? നമ്മൾ കുട്ടികളോട് പരാതി, കുട്ടികളില്ലാത്ത എത്രയോ പേരുണ്ട്, ഒരു നല്ലൊരു കുടുംബം ഇല്ലാത്ത എത്രയോ പേരുണ്ട്, അല്ലെ? നമുക്ക് അറ്റ്ലീസ്റ്റ് ഈ ചൂടായാലും മഴയായാലും കയറി കിടക്കാൻ ഒരു സ്ഥലമുണ്ട്. ഇതുപോലും ഇല്ലാത്ത ആൾക്കാരുണ്ട്. ഇന്ന് ഞാൻ എൻ്റെ ജോലിയിൽ ഇരുന്നപ്പോൾ എൻ്റെ അടുത്ത് ഒരു ക്ലയന്റ് വന്നു. അപ്പം ആ വ്യക്തി വളരെ മോശപ്പെട്ട ഒരു അവസ്ഥയിൽ, വീട് പോലും ഇല്ലാതെ വളരെ മോശപ്പെട്ട അവസ്ഥയിൽ നിന്നാണ് വന്നത്. ഭയങ്കര മയക്കുമരുന്നും മദ്യത്തിനും ഒക്കെ അടിമയായിട്ടാണ് വന്നത്. അങ്ങനെ പുള്ളി എല്ലാം നിർത്തലാക്കി, എല്ലാം നിർത്തി. പുള്ളി ജോലി കിട്ടി, ആ വ്യക്തിക്ക് ജോലി കിട്ടി. അപ്പൊ ഞാൻ ഇന്ന് കുറെ സെഷനൊക്കെ കഴിഞ്ഞു, 2-3 മാസമായി. അപ്പൊ എന്നോട് ഇന്ന് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്തൊക്കെ ബ്ലെസ്സിങ് ആണ് നിങ്ങൾക്കുള്ളത്? നിങ്ങൾ ഒരു ഗ്രാഫ് ഒന്ന് നോക്കിക്കേ. അന്നത്തെ ഒരാളും ഇന്നത്തെ ഒരാളും തമ്മിൽ. ഇന്ന് പറയാൻ കാരണം, എന്നോട് പറഞ്ഞു, ഇന്ന് എനിക്ക് കഴിഞ്ഞ ആഴ്ച ഭയങ്കര സന്തോഷമുള്ള ദിവസങ്ങളായിരുന്നു. എന്റെ ജോലിയിൽ എന്റെ ബോസ് പറഞ്ഞു, നീ സ്ഥിരമായി ഇവിടെ തന്നെ നിന്നോളൂ, ജോലി ചെയ്തോളൂ, നിന്റെ ജോലിയെല്ലാം ഞങ്ങൾക്ക് ഇഷ്ടം. 6 മാസം ആയതേ ഉള്ളൂ ജോലി കയറിയിട്ട്. ജോലിയെല്ലാം ഇഷ്ടപ്പെട്ടു, അവന് പേയ്മെന്റ് കൂട്ടിക്കൊടുത്തു. അപ്പൊ ഞാൻ ചോദിച്ചു, നിന്റെ എന്തൊക്കെ ബ്ലെസ്സിങ് ആണ് നിനക്കുള്ളത്? അപ്പൊ ഞാൻ കുറെ കാര്യങ്ങൾ, വന്ന സമയത്തുള്ള കാര്യങ്ങളൊക്കെ അവനോട് ഷെയർ ചെയ്തു. എന്തൊക്കെ കാര്യങ്ങൾ, ഇപ്പം നേരത്തെ ഒരു വീട് പോലും ഇല്ലായിരുന്നു, ഇപ്പൊ അവന് റെന്റിന് ഒരു വീടെടുത്തു താമസിക്കുന്നു. അപ്പൊ ഞാൻ ചോദിച്ചത് കാര്യം ഇതാണ്, എന്തൊക്കെ ബ്ലെസ്സിങ് ആണ് നിനക്ക്? നിന്റെ ജീവിതത്തിലെ മനോഭാവങ്ങൾ മാറ്റിയപ്പോൾ, നിന്റെ നെഗറ്റീവുകൾ മാറ്റിയപ്പോൾ നിനക്ക് പോസിറ്റീവായിട്ടുള്ള കുറെ അനുഗ്രഹങ്ങൾ നിനക്കുണ്ട്. ഇപ്പൊ
അപ്പൊ എന്നോട് അവൻ പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ പറഞ്ഞപ്പോഴാണ് ഇത്രയും കാര്യങ്ങൾ ഞാൻ ചിന്തിക്കുക, എനിക്ക് ഇത്രമാത്രം അനുഗ്രഹങ്ങൾ ഉണ്ടല്ലോ എന്ന് ഞാൻ ചിന്തിക്കുന്നത് ഞാൻ പറഞ്ഞപ്പോഴാണ്. നമ്മൾ ചിന്തിച്ചേ നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം അനുഗ്രഹങ്ങളുണ്ട്. പലപ്പോഴും നമ്മളത് കാണാതെ ഈശ്വരനോട് അല്ലെങ്കിൽ ദൈവത്തോട് അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന വിശ്വസിക്കുന്ന ഒരു പവറിനോടെല്ലാം പരാതികളാണ് നമുക്ക്. പരാതികൾ തീർന്ന ഒരു സമയമില്ല. ഒരു ദിവസം എത്രമാത്രം പരാതികൾ നമ്മൾ പറയുമെന്ന് നോക്കി. ആരെങ്കിലും നമ്മൾ ഇന്ന് എനിക്കിതൊരു അനുഗ്രഹമായിരുന്നു, എൻ്റെ അനുഗ്രഹങ്ങൾ നമ്മൾ ഓർക്കും ഒരു ദിവസം കിടക്കാൻ പോകുന്നതിന് മുമ്പ്, അതോ പരാതികളാണോ നമ്മൾ കൂടുതൽ പറയുന്നത്? ചില പ്രശ്നങ്ങൾ നമുക്കൊരു അനുഗ്രഹമായിട്ടുണ്ട്. ഞാൻ താഴെ പറയാൻ നേരത്ത് വരുന്നുണ്ട്, കുറെ ഒരു സ്റ്റോറികൾ വരാൻ നേരത്ത് ചിലവരുടെ ഒരു പ്രശ്നങ്ങൾ അവർക്ക് അനുഗ്രഹമായി മാറിയിട്ടുണ്ട്, അല്ലെ? ചിലവരുടെ ബ്ലെസ്സിങ് അവർക്ക് അനുഗ്രഹമായി മാറിയിട്ടുണ്ട്. ഞാനൊരു ചെറിയൊരു കാര്യം പറയാം. നമുക്കെല്ലാം അറിയാം, ഹെലൻ എന്ന് പറയുന്ന ഒരു മൂവി കണ്ടിട്ടുള്ളവരായിരിക്കും എല്ലാവരും. അതിൻ്റെ അകത്ത് അവൾ ഒരു മോളിൽ വർക്ക് ചെയ്യുകയാണ്, അല്ലെ? പോകാൻ നേരത്തും വരാൻ നേരത്തും അവിടെ ഒരു സെക്യൂരിറ്റിയെ കാണാൻ നേരത്ത് അവൾ ചിരിക്കും, ഹായ് പറയും, അങ്ങനെ പോയി. അങ്ങനെ ഒരു ദിവസം അവളെ കാണാതിരുന്നപ്പോഴാണ് അവളുടെ അച്ഛൻ അന്വേഷിച്ച് പലയിടത്തും അന്വേഷിച്ച് കണ്ടെത്തിയില്ല. അവസാനം ആ മോളിന്റെ അകത്ത് ജോലി ചെയ്യുന്നതിന്റെ അവിടുത്തെ ഫ്രീസറിൽ അവൾ അകപ്പെട്ടു പോയെന്ന് മനസ്സിലാകുന്നത്. എങ്ങനെയാണെന്ന് അറിയാമോ? അവിടെ ഒരു ചിരിയാണ് അവിടെ ഒരു അനുഗ്രഹമായി മാറിയത്. മൂവി കണ്ടവർക്കറിയാം, അല്ലെ? അവസാനം ആ സെക്യൂരിറ്റി പറയുന്നു, ഇന്ന് ഞാൻ സാധാരണ അവൾ എന്നെ ചിരിച്ചിട്ടാണ് പോകാൻ നേരത്തും വരാൻ നേരത്തും, ഇന്ന് കയറി പോകാൻ നേരം ചിരിച്ചു വരുന്നതായിട്ട് ഞാൻ ഓർക്കുന്നില്ല, അല്ലെ? അപ്പൊ അവിടെയാണ് നമ്മുടെ ഓരോ അനുഗ്രഹങ്ങൾ, നമ്മുടെ ആ കുട്ടിയുടെ ചിരിയായിരുന്നു അവളെ രക്ഷയ്ക്കായി എത്തിച്ചത്. ജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പ്രശ്നങ്ങളിലേക്ക് നോക്കാതെ നമ്മുടെ അനുഗ്രഹങ്ങളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മുന്നോട്ട് കുതിക്കുവാനുള്ള ആർജവം ഉണ്ടാവാൻ സാധ്യത. നമ്മുടെ പ്രശ്നങ്ങൾ ചിന്തിക്കുമ്പോൾ മനസ്സിനെ കൂടുതലായി നെഗറ്റീവ് ഉണ്ടാവും. നമ്മൾക്കുള്ള നല്ല കാര്യങ്ങൾ പോലും നമുക്ക് കാണാൻ കഴിയാതെ പോകുന്നു. അതിന് ചെയ്യുന്ന അക്സെപ്റ്റ് യുവർ പ്രസന്റ് സിറ്റുവേഷൻ വിത്തൗട്ട് കംപ്ലൈന്റ്. നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയെ അംഗീകരിക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ നമുക്ക് കംപ്ലൈന്റ് ഇല്ലാതെ അതൊരു അനുഗ്രഹമായി തോന്നാം. ഒരു ചെറിയൊരു കഥ ഞാൻ പറയാം. 2 സുഹൃത്തുക്കൾ ഒരുമിച്ച് നടക്കുകയാണ്. അപ്പോൾ ഒരാൾ എപ്പോഴും പരാതി, എനിക്ക് അതില്ല ഇതില്ല. അപ്പൊ അവൻ പറഞ്ഞു, എനിക്ക് നല്ലൊരു ഷൂ ഇല്ല, എൻ്റെ ജീവിതം ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാൻ നേരത്ത് അവൻ വഴിയിൽ ഒരാളെ കണ്ടു. കാലുകളില്ലാത്ത ഒരു വ്യക്തിയെ കണ്ടപ്പോൾ അവന് മനസ്സിലേക്ക് ചിന്തിച്ചു, എനിക്ക് എപ്പോഴും പരാതിയാണ്, എനിക്ക് ഷൂ ഇല്ലെന്നേ ഉള്ളൂ, പക്ഷെ എനിക്ക് നടക്കാനും ഓടുവാനും എല്ലാം പറ്റുവാൻ വേണ്ടി 2 കാലുകളുണ്ട്. എന്നാൽ ഈ വ്യക്തിക്കോ 2 കാലുകളും ഇല്ലാത്ത ഒരവസ്ഥയാണ്. അപ്പോൾ ആരാണ് ഭാഗ്യവാൻ? ഞാൻ എത്രയോ അനുഗ്രഹിക്കപ്പെട്ടവൻ ഒരു വ്യക്തിയാണ് എന്ന് അവന് ചിന്തിക്കാം. നമ്മൾ ചിന്തിച്ച് ഇത് നമ്മൾ മറ്റുള്ളവരെ, ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ കൂട്ട്, നമുക്കിന്ന് ശ്വസിക്കാൻ പറ്റുന്നുണ്ട്, നമുക്ക് ആരുടെയും സഹായമില്ലാതെ എഴുന്നേൽക്കാൻ പറ്റുന്നുണ്ട്, കഴിക്കാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ ഒരു ബ്ലെസ്സിങ് അല്ലേ? നമ്മുടെ അനുഗ്രഹം, നമ്മൾ വലിയ വലിയ കാര്യങ്ങളിലേക്ക് ബ്ലെസ്സിങ് കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കുമ്പോൾ ചെറിയ ചെറിയ അനുഗ്രഹങ്ങളിൽ ചവിട്ടി കയറാനായിട്ട് ശ്രമിക്കണം. ചെറിയ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയുമ്പോഴാണ് നമുക്ക് വലിയ വലിയ കാര്യങ്ങൾക്ക് ലഭിക്കുന്നത്. ഉദാഹരണമായി നമ്മുടെ ഇവിടെ തന്നെ നമുക്കറിയാവുന്ന പല പ്രശസ്തരായ ആൾക്കാരുണ്ട്. അവരൊക്കെ അവരുടെ ചെറിയ പ്രശ്നങ്ങളിലേക്ക് നോക്കാതെ അവരവരുടെ ലക്ഷ്യത്തിലേക്ക്, അവരുടെ അനുഗ്രഹങ്ങളിലേക്ക് നോക്കിയപ്പോൾ അവർക്ക് ജീവിതം വളരെ മനോഹരമായിട്ട് കാണുവാനായി സാധിച്ചു. അങ്ങനെ ഒരാളാണ് നമുക്ക് അറിയാം. ഞാനിവിടെ സ്ലൈഡ് ഇടാം. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടോ? നിക്ക്, എല്ലാവർക്കും അറിയാവുന്നതായിരിക്കാം. അല്ലെ, കാണാൻ പറ്റുന്നുണ്ടോ? കാലുകളും കൈകളും ഇല്ലാതെ ജനിച്ച ഒരാളാണ്. ഞാൻ പുള്ളിയുടെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്. രാവിലെ പുള്ളി എഴുന്നേക്കുന്നത്, നീന്താൻ പോകുന്നത് എല്ലാം തന്നെ ചെയ്യുന്ന കണ്ണൻ തന്റെ പരാതികളിലല്ല പുള്ളി നോക്കിയത്, തന്റെ ഇല്ലായ്മയിലേക്ക് അല്ല നോക്കിയത്. തനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എനിക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട്, എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്, എന്റെ ഉള്ള കഴിവിലേക്ക്, ഉള്ള അനുഗ്രഹത്തിലേക്കാണ് നിക്ക് നോക്കിയത്. എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ട്, മറ്റുള്ളവരെ എനിക്ക് സഹായിക്കാൻ പറ്റും, അല്ലെ? എനിക്ക് ഉള്ളത് എന്താണോ അത് വളർത്തുവാനായിട്ട് ശ്രമിച്ചപ്പോഴാണ്
ഇന്ന് ലോകമെമ്പാടും അറിയുന്ന ഒരു വ്യക്തിയായി, ഒരു മോട്ടിവേറ്റർ, ഒരു പ്രഭാഷകനായി പുള്ളി ജീവിക്കുന്നത്. എല്ലാവർക്കും അറിയുന്ന ഒരു വ്യക്തിയാണ് പുള്ളിയുടെ പ്രസംഗങ്ങൾ കേൾക്കാൻ അല്ലെങ്കിൽ മോട്ടിവേഷൻ സ്പീച്ച് കേൾക്കുമ്പോൾ അനേകം ആൾക്കാരാണ് എത്തുന്നത്. അന്ന് ഞാൻ ജനിച്ചപ്പോഴേ എനിക്ക് കാലില്ല കൈയില്ല എന്ന് പറഞ്ഞ് അവിടെ ഇരുന്നു പോകത്തേ ഉള്ളായിരുന്നു. തന്റെ ബലഹീനതയിൽ നോക്കാതെ തനിക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത്, അതാണ് പുള്ളി തന്നെ. എനിക്ക് സംസാരിക്കാൻ കഴിയുന്നു, എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നു, എനിക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയാം, അല്ലെ? ഇത്രയും ഉണ്ട്. ആ ഉള്ളതിനെ കൊണ്ട് ഞാൻ ചവിട്ടിൽ കയറാനായിട്ട് ശ്രമിച്ചു. അതാണ് പോസിറ്റീവ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു വ്യക്തിയെ നോക്കാൻ നേരത്ത് ഹെലൻ കെല്ലർ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ്, അല്ലെ? 19 മാസമായപ്പോൾ കാഴ്ചയും, ഡെഫ് ആൻഡ് ബ്ലൈൻഡ്, കാഴ്ചയും കേൾവിയും എല്ലാം നഷ്ടപ്പെട്ട് ജീവിതത്തിൽ വളരെ ദുഷ്കരമായ ഒരു സമയം ഉണ്ടായിരുന്നു. അതിലെല്ലാം ഒരു സഹായമായ ഒരു ടീച്ചർ വന്നു. അതിന് മുഖാന്തരം മുന്നോട്ട് കുതിച്ചു പായാൻ തുടങ്ങി, അല്ലെ? ഹെലൻ പറയുന്ന ഒരു വാക്കുണ്ട്, എന്റെ വൈകല്യത്തിനു ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, എന്തെന്നാൽ അവയിൽ കൂടെ എനിക്ക് എന്നെയും എന്റെ ജോലിയും എന്റെ ദൈവത്തെയും കാണാനായിട്ട് സാധിച്ചു. എത്ര മനോഹരമായ വാക്കാണ് പുള്ളിക്കാരി പറഞ്ഞത്, അല്ലെ? വൈകല്യങ്ങൾ എനിക്കൊരു അനുഗ്രഹമായി, അതുകൊണ്ട് മറ്റുള്ളവരെ മനസ്സിലാക്കുവാനും സഹായിക്കുവാനും മറ്റുള്ളവർക്ക് വേണ്ടി പല കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിച്ചു. നമുക്ക് പറയാനായിട്ട് പറ്റുമോ? നമ്മൾ പലപ്പോഴും ഇതിന് പകരം പരാതികളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഒരു വ്യക്തിയാണ്, നമുക്ക് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയത്തില്ല, പായൽ നായക്. പുള്ളിക്കാരി വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിൽ ജീവിച്ചതാണ്. ആർച്ചയിൽ ഭയങ്കരമായ താല്പര്യമുണ്ടായിരുന്നു. ഉള്ള സാഹചര്യങ്ങളൊക്കെ അത് ട്രെയിൻ ചെയ്തായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് പുള്ളിക്കാരിയുടെ വൈകല്യങ്ങൾ സംഭവിച്ചത്. ഒരു ഷോക്കേറ്റ് കൈയും കാലും എല്ലാം നഷ്ടപ്പെട്ടു. നമ്മളൊന്ന് ചിന്തിച്ചേ, നമ്മൾ ആ സ്ഥാനത്തായിരുന്നെങ്കിൽ നമ്മൾ നമ്മുടെ സ്വപ്നവും മടക്കി കെട്ടി നമ്മൾ അവിടെ ഇരുന്നു പോയേനെ. എന്നാൽ ഒരു പരാതി ഇല്ലാതെ, ജീവിതത്തിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ട്, എല്ലാത്തിലും ഭയങ്കരമായ ബുദ്ധിമുട്ട്, എന്നിട്ട് എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട് വളരെ പ്രയാസപ്പെട്ട് ജീവിക്കുന്ന സമയത്താണ് പുള്ളിക്കാരി ചിന്തിച്ചു, 2 വഴി പുള്ളിക്കാരുടെ മുമ്പിലുണ്ടായിരുന്നു. ഒന്ന്, എനിക്കിത് എന്തിനു സംഭവിച്ചു എന്ന് ചോദിച്ച് പരാതിപ്പെടാം. 2, അല്ലെങ്കിൽ ഇനി എന്ത് ചെയ്യാം എന്ന് ചിന്തിച്ച് മുന്നോട്ട് പോകാം. അങ്ങനെ പായൽ നായക് രണ്ടാമത്തെ ചോയ്സ് എടുത്തു, എനിക്ക് എന്ത് ചെയ്യാം. അങ്ങനെയാണ് പുള്ളിക്കാരി ആർഷിയില് ട്രെയിനിങ് എടുത്ത് മെഡലൊക്കെ നേടുവാനായിട്ട് സാധിച്ചത്. ഞാൻ പറഞ്ഞത്, എല്ലാം നമ്മുടെ ഒരു മനോഭാവങ്ങളാണ്. നഷ്ടങ്ങൾ നമ്മളെ നിർത്താനല്ല, നമ്മളെ ശക്തരാണാക്കുന്നത്. അത് വൈകല്യങ്ങൾ ശരീരത്തുണ്ടായാലും മനസ്സിൽ ഉണ്ടാകുവാൻ പാടില്ല. നമ്മൾ ചിന്തിക്കുക, നമ്മുടെ വൈകല്യങ്ങള് മനസ്സിലാണോ അതോ ശരീരത്താണോ? നമുക്ക് പലപ്പോഴും മനസ്സിൽ പരാതികളും പരിഭവങ്ങളുമായിട്ടിരിക്കാൻ നേരത്താണ് നമ്മുടെ ഉള്ള ശക്തിയെ, ഉള്ള അനുഗ്രഹത്തെ നമുക്ക് കാണാതെ പോകുന്നത്. ഇനി നമുക്കറിയാം, അടുത്തൊരു കഥയാണ് ബീർബൽ, അക്ബറും ബീർബലും. എനിക്ക് പലർക്കും അറിയാവുന്ന ഒരു കഥയായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ തൊട്ട് ചില പ്രശ്നങ്ങൾ നമുക്കൊരു അനുഗ്രഹമാണ്, അല്ലെ? അക്ബറും ബീർബലൂടെ ഇങ്ങനെ വനത്തിൽ കൂടി പോകുമ്പോഴാണ് അക്ബറിന്റെ വിരല് മുറിയുന്നതും. അപ്പം ബീർബൽ പറയും, എല്ലാം നല്ലതിനെന്ന് പറയുമ്പോൾ അത് അക്ബറിന് അത്ര സുഖമായി തോന്നിയില്ല. എന്റെ കൈ മുറിഞ്ഞപ്പോ എല്ലാം നല്ലതിനോ? അങ്ങനെ പുള്ളിയെ കാരാഗ്രഹത്തിൽ അടയ്ക്കുന്നതും, വീണ്ടും വേട്ടയ്ക്ക് പോകുമ്പോൾ വനത്തിലുള്ള ആൾക്കാർ, ട്രൈബ്സ് അക്ബറിനെ പിടിച്ച് ബലി കഴിക്കാൻ ശ്രമിക്കുമ്പോൾ ആണ് മനസ്സിലാവുന്നത്. ബലി കഴിക്കുമ്പോൾ ഊനമില്ലാത്തതിനെ ബലി കഴിക്കണമെന്ന് അവർക്കൊരു നിയമമുണ്ട്. നോക്കിയപ്പോൾ കൈ മുറിഞ്ഞതായിരിക്കുന്നു. അങ്ങനെ അക്ബറിനെ അഴിച്ചുവിടുകയാണ്. അപ്പോഴാണ് അക്ബർ ചിന്തിച്ചത്, ദൈവമേ, എന്റെ കൈ മുറിഞ്ഞത് ഇപ്പൊ എത്ര അനുഗ്രഹമായി മാറിയെന്ന്. അങ്ങനെ ഓടി ബീർബലിന്റെ അടുത്ത് നിന്ന്, നിന്നെ ഞാൻ കാരാഗ്രഹത്തിൽ ഇട്ടത് നിനക്ക് വിഷമമായോ? അപ്പം ബീർബൽ പറഞ്ഞു, എന്നെ കാരാഗ്രഹത്തിൽ വിട്ടതും അനുഗ്രഹമായി. ഇല്ല എന്നുണ്ടെങ്കിൽ ഞാനും ഇന്ന് വേട്ടയാടാൻ അങ്ങയുടെ കൂടെ വന്നേനെ. അങ്ങയെ പിടിക്കുന്നതിന് പകരം എന്നെ പിടിച്ചേനെ. എന്റെ ശരീരത്തിൽ മുറിവൊന്നുമില്ല, അങ്ങയുടെ ശരീരത്തിൽ മുറിവുണ്ടായതുകൊണ്ട് അങ്ങയെ വെറുതെ വിട്ടു, അല്ലെങ്കിൽ ഞാൻ ആ ഭാഗത്ത് കിടക്കേണ്ടി വന്നേനെ. ഞാൻ പറഞ്ഞ, എല്ലാം സംഭവിക്കുന്നത്
നല്ലതിനാണ് അല്ലെങ്കിൽ ഒരു അനുഗ്രഹമാണ് എന്ന് കണ്ടുകൊണ്ടാൽ നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും എങ്ങനെയൊക്കെ ബാധിക്കുന്നു എന്ന് പറയും. നമ്മുടെ ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ ഫോക്കസിങ് ഓൺ ഫോൾസ്, ദ ഡ്രെയിൻ എനർജി. അപ്പം നമ്മൾ ചിന്തിക്കുന്നത് പോലാണ് ഇരിക്കുന്നത്. നമ്മൾ എങ്ങനെയാണോ ചിന്തിക്കുന്നത് അത് നമ്മുടെ മെന്റൽ ഹെൽത്തിനെ ബാധിക്കും, നമ്മുടെ എനർജികൾ നഷ്ടപ്പെട്ടു പോകും, നമ്മളെ ഭയങ്കരമായ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അത് ഫിസിക്കൽ ഇമ്പാക്ട് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എങ്ങനെയൊക്കെ ബാധിക്കും? നമുക്ക് നന്നായി ഒരു പോസിറ്റീവായിട്ട് നമുക്ക് ചിന്തിച്ചാൽ നമ്മുടെ അനുഗ്രഹത്തെ നമ്മൾ എണ്ണിക്കൊണ്ട് കിട്ടിയിരിക്കുന്ന ഒരു ദിവസത്തെ കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ സ്ലീപ്പ് ക്വാളിറ്റി, ഉറക്കം നന്നാവും, നമ്മുടെ ഇമ്മ്യൂണിറ്റി നന്നാവും, സ്ട്രെസ് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും, സ്ട്രെസ് കുറയാനായിട്ട് പറ്റും. ഇങ്ങനെ നമ്മുടെ ആരോഗ്യമുള്ള ഒരു ശരീരവും ആരോഗ്യമുള്ള ഒരു മനസ്സും നമുക്ക് കണ്ടെത്തുവാൻ ലഭിക്കാനായിട്ട് സാധിക്കും. നമുക്ക് നോക്കാം. നമുക്ക് എല്ലാവർക്കും ഒന്ന് കണ്ണടയ്ക്കാം, ശാന്തമായി ഇരിക്കാം. നമ്മളൊന്ന് ആലോചിച്ചേ, ഇന്ന് എനിക്ക് നന്ദി പറയാൻ കഴിയുന്ന ഒരു കാര്യം എന്താണ്? ഇപ്പോൾ നമ്മുടെ മനസ്സിൽ വന്ന ആ ബ്ലെസ്സിങ് എന്താണോ അത് ചെറുതല്ല, അത് വലുതാണ്. അത് നമ്മൾ വീണ്ടും വീണ്ടും ആ ബ്ലെസ്സിങ് നമ്മൾ കാണാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ കുറെ മാറ്റങ്ങൾ വരും. എന്താണോ എൻ്റെ ബ്ലെസ്സിങ് അതിനെ വീണ്ടും വീണ്ടും കാണാനും ആ ബ്ലെസ്സിങ് തന്ന ഈശ്വരനോട് അല്ലെങ്കിൽ ദൈവത്തോട് നമുക്ക് നന്ദി പറയാം. എത്രയോ പേർക്ക് കിട്ടാത്ത പല അനുഗ്രഹങ്ങളാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത്. ജീവിതം പൂർണ്ണമാകുന്നത് പ്രശ്നങ്ങൾ ഇല്ലാതാകുമ്പോഴല്ല, നന്ദി പറയാൻ പഠിക്കുമ്പോഴാണ്. നമ്മൾക്കുള്ള ചെറിയ കാര്യങ്ങൾ പോലും മറ്റൊരാളുടെ വലിയ സ്വപ്നമായിരിക്കാം. പരാതി പറയുന്ന ജീവിതം മാറ്റി നന്ദി പറയുവാനായിട്ട് നമുക്ക് തുടങ്ങാം. ഇന്നൊരു തീരുമാനം എടുക്കുക, ഒരു പരാതി കുറച്ച് ഒരു നന്ദി കൂട്ടാം. ഇന്ന് മുതൽ ഓരോ പരാതിക്ക് പകരം ഒരു അനുഗ്രഹം നമുക്ക് എണ്ണാം. ശാന്തമായി നമുക്ക് കണ്ണുകൾ തുറക്കാം. ഇവിടെ സ്റ്റാർട്ട് യുവർ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണി. അവസാനമായി നമുക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ് മേ ബി ഒരു ബുക്കോ ഇങ്ങനെ എടുത്ത് നമുക്ക് ഓരോ ദിവസവും നമ്മൾക്കുള്ള അനുഗ്രഹങ്ങൾ നമ്മൾ എഴുതി വെക്കുമ്പോൾ അറിയാം എത്രമാത്രം അനുഗ്രഹത്തിൽ കൂടെയാണ് ഞാൻ നടന്നു പോകുന്നതെന്ന്. ഇവിടെ എഴുതിയിട്ടുണ്ട് 3 blessing rules. Every night write down 3 specific things that went well today. പരാതികൾ ഒന്നുമല്ല, എല്ലാ ബ്ലെസ്സിങ് മാത്രം. ഇന്ന് എനിക്ക് ഒന്നായിരിക്കാം, അത് മാത്രം എഴുതിയാൽ മതി, വേറെ ഒന്നും എഴുതണ്ട. എനിക്ക് ഇന്ന് അനുഭവപ്പെട്ട ഒരു അനുഗ്രഹം, മേ ബി ചിരിക്കാത്ത ഒരാൾ എൻ്റെ മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ചതാവാം, അല്ലെങ്കിൽ ഞാൻ വയ്യാതിരുന്നപ്പോൾ ആരെങ്കിലും എന്ന് എങ്ങനെയുണ്ട്, എന്ത് പറ്റി എന്ന് ചോദിച്ചതാവാം. ഏതെങ്കിലും ചെറുതോ വലുതോ ഒന്നൊന്നുമില്ല, നമുക്ക് തോന്നിയ നമ്മുടെ മനസ്സിന് ആശ്വാസം നൽകിയ ഒരു കാര്യം നമുക്ക് എഴുതാം. അടുത്തത് റീപ്ലേസ് വൺ കംപ്ലൈന്റ്. എവറി ടൈം യു ഫീൽ കംപ്ലൈന്റ് കമ്മിങ്, കോൺഷ്യസ്ലി റീപ്ലേസ് ഇറ്റ് വിത്ത് വൺ തിങ് യു ആർ താങ്ക്ഫുൾ ഫോർ. ഞാൻ ഇപ്പൊ ഇത് ഓർക്കുന്നു, ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് കഴിക്കാൻ നേരത്തെ എല്ലാവരും വന്നിരിക്കും, നമ്മുടെ സ്റ്റാഫും ക്ലയൻസും എല്ലാവരും വന്നിരിക്കും. അപ്പം കഴിച്ചു കഴിഞ്ഞ് അവരൊരു പ്രെയർ ഉണ്ട്. ആ പ്രെയർ സമയത്ത് ചോദിക്കും,
നിങ്ങൾക്ക് എന്താണ് ഇന്ന് താങ്ക്ഫുൾ ആയിട്ട് തോന്നിയെന്ന്. ഓരോരുത്തർ ഓരോന്നും പറയും. ചിലപ്പോൾ ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റു, ഇന്ന് എനിക്ക് ഫുഡ് കിട്ടി, അതാണ്. അല്ലെ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റി, അതാണ്. ഇങ്ങനെ ഓരോരുത്തരും അത് വലിയ, ഞാൻ ഇപ്പൊ ചിന്തിക്കുന്നത് അത് വലിയൊരു ചെറിയൊരു പ്രെയർ ആണെങ്കിലും ഓരോരുത്തരും അത് പറയണം. എന്താണ് നിങ്ങൾ ഇന്ന് താങ്ക്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ സംഭവം? ഒറ്റ വാക്ക് മതി. കാരണം അപ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത്, ഞാൻ എന്താണ് പറയേണ്ടത് എന്ന്. ഇതുപോലെ നമുക്ക് തന്നെ നമ്മളോട് ചോദിക്കാം, ഇന്ന് ഞാൻ താങ്ക്ഫുൾ ആയിട്ടുള്ളത് എന്തിനെയാണ്, അല്ലെങ്കിൽ ഇന്ന് എൻ്റെ അനുഗ്രഹം എന്തായിരുന്നു. നമ്മൾ ഇന്ന് എഴുന്നേറ്റത് തന്നെ, ഞാൻ ചോദിച്ചപ്പോൾ ഒരാൾ പറഞ്ഞു, ഇന്ന് എനിക്ക് എഴുന്നേക്കാൻ സാധിച്ചത് തന്നെ ഒരു ബ്ലെസ്സിങ് ആണ്. ഇതുപോലെ നമ്മുടെ മുന്നോട്ടുള്ളൊരു ജീവിതത്തിൽ നമ്മുടെ ബ്ലെസ്സിങ് ഒന്ന് കൗണ്ട് ചെയ്യാനായിട്ട് നമുക്ക് ശ്രമിക്കാം. കൗണ്ട് യുവർ ബ്ലെസ്സിങ്, നോട്ട് യുവർ കംപ്ലെയിന്റ്. താങ്ക് യു. ഗുഡ് മോർണിംഗ് സാർ. നല്ല അടിപൊളി സെഷൻ ആയിരുന്നു. ഓഡിയബിൾ ആണോ സാറിന്? കേൾക്കാം. വളരെ നല്ല സെഷൻ ആയിരുന്നു. നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് തെറാപ്പിയൊക്കെ എല്ലാ ദിവസവും എഴുന്നേറ്റ് തന്നെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇതുപോലെ ഒരിക്കലൊരു ക്ലാസ്സിലെ ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് ഒരു 3 ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങള് ദൈവത്തിന് കൊടുക്കാനായിട്ട് നിങ്ങൾ എന്ത് ചോദിച്ചൊരു സെഷൻ ഉണ്ടായിരുന്നു. അപ്പൊ പലരും ഇങ്ങനെ ആലോചിച്ചിരിക്കുക 3 പറഞ്ഞപ്പോഴേക്ക്. എന്നിട്ട് അതിൽ 3 ഫില്ല് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. പിന്നീടാണ് അവർക്ക് നമ്മള് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തത്. നിങ്ങളുടെ കാഴ്ച, നിങ്ങളുടെ നടക്കുന്നത്, നിങ്ങൾ ഇരിക്കുന്നത്, നിങ്ങൾ ഒരു സാധനം എടുക്കാൻ പറ്റുന്നത്, അങ്ങനെ തുടങ്ങി പറഞ്ഞിട്ട് അതൊക്കെ അവർക്ക് അതിനെക്കുറിച്ചെല്ലാം പറഞ്ഞു കൊടുത്തതിന് ശേഷം പറഞ്ഞു, ഇനി ഒരു 25 എണ്ണം എഴുതാൻ പറഞ്ഞു. ആ 25 എണ്ണം വളരെ ഫാസ്റ്റിലാണ് അവർ എഴുതി തീർത്തത്. അപ്പോ എല്ലാവർക്കും അനുഗ്രഹങ്ങൾ തന്നെ. ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. നമ്മളത് അതിന്റെ ആഴത്തിൽ നോക്കിക്കഴിഞ്ഞാലാണ് ശരിക്കും നമുക്ക് അതിന്റെ എല്ലാം മനസ്സിലാക്കുള്ളൂ. നമ്മളുടെ ഈ സംസാരം വരെ അത് ദൈവം നൽകിയ ഒരു അനുഗ്രഹമായിട്ട് കാണുന്നവർക്ക് ലൈഫ് അടിപൊളിയായിരിക്കും. ഹാപ്പി ആയിട്ട് എല്ലാവരും അവരവർക്ക് കിട്ടിയ ബ്ലെസ്സിങ് മനസ്സിലാക്കി മുന്നോട്ട് പോട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു അടിപൊളി ക്വസ്റ്റ്യൻ ആയിരുന്നു. നല്ലൊരു ഉണർത്തലായിരുന്നു. താങ്ക് യു സാർ. താങ്ക് യു. ഹലോ എബി സാർ, അടിപൊളി സെഷൻ ആയിരുന്നു. നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ്, പക്ഷെ എപ്പോഴും നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യം കൂടിയാണ് അത്. നമ്മൾ മറന്നു പോകുന്നു എന്നുള്ളതാണ്. നമ്മളുടെ ബ്ലെസ്സിങ്സ് നമ്മളെപ്പോഴും അതിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയാനായിട്ട് നമ്മൾ പലപ്പോഴും മറക്കും അല്ലേ. പക്ഷെ നമ്മളുടെ കംപ്ലൈനിങ് ഉണ്ടാവും. നമുക്കില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് വേവലാതിപ്പെടാനാണ് കൂടുതൽ സമയമുള്ളത്. ഒരുപാട് നമുക്ക് ബെനിഫിറ്റ്സ് ഉണ്ടല്ലേ ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ട്. നമ്മളുടെ ഹാപ്പിനെസ് ഇമ്പ്രൂവ് ചെയ്യാം, സ്ട്രെസ്സും ആൻഷൈറ്റിയൊക്കെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും, ബെറ്റർ റിലേഷൻഷിപ്പിന്, നമ്മുടെ ഫോക്കസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്, കോൺഫിഡൻസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്, ബെറ്റർ സ്ലീപ്പ്, അതുപോലെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് അല്ലെങ്കിൽ നമ്മളുടെ ബ്ലെസ്സിങ്സ് കൗണ്ട് ചെയ്യുന്നതുകൊണ്ടുണ്ടല്ലേ. അപ്പോൾ എന്തായാലും അടിപൊളി സെഷൻ തന്നെയായിരുന്നു. നമ്മളെപ്പോഴും മറന്നു പോകുന്ന കാര്യമാണ്. നല്ലൊരു റിമൈൻഡർ ആയിരുന്നു. താങ്ക് യു സോ മച്ച് സാർ. നമ്മളിതൊരു സാർ പറഞ്ഞ പോലെ ഒരു ജേർണൽ പോലെ ഒരു ശീലാക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുപോവാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ എപ്പോഴും നമ്മളൊരു ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയില്ലേ, നമ്മളെപ്പോഴും നമ്മളുടെ ലൈഫിൽ
നമ്മളുടെ ഡെയിലി ലൈഫിലും എല്ലാം ചെറിയ കാര്യങ്ങൾക്കായാലും ആ ഒരു ശീലം നമ്മൾ കോൺഷ്യസ് ആയിട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവാൻ പറ്റും. ഞാൻ ആദ്യമൊക്കെ എന്താണ് ഇപ്പൊ നമ്മള് കയ്യിൽ പൈസ ഒക്കെ കിട്ടുമ്പോ അതിപ്പോ എനിക്ക് ശീലമായിട്ടുണ്ട് കേട്ടാ. ഒരു രൂപ കിട്ടിയാലും ഞാനതിന് നന്ദി പറയും. അതുപോലെ പലപ്പോഴും അങ്ങനെ ശ്രമിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രമിക്കുമ്പോ നമുക്ക് പിന്നെ അതൊരു ശീലമായിട്ട് വരും. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു മാം. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. സാറേ, ഞാനൊരു ഡൗട്ട് ചോദിക്കുകയാണ്. ഓക്കെ. ഈ ഗ്രാറ്റിറ്റ്യൂഡ് ഓൾറെഡി നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി അത് എഴുതി വെക്കുന്നു, നമുക്കത് കിട്ടിക്കൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് നമുക്കൊരു പ്രശ്നം വരാണ്. അപ്പൊ നമ്മൾ അതിനെങ്ങനെ ബാലൻസ് ചെയ്ത് പോകാൻ പറ്റുക? നമുക്കൊരു പ്രശ്നം വരുമ്പോൾ എങ്ങനെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് ബാലൻസ് ഓക്കെ, ഓൾറെഡി നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം പെട്ടെന്നൊരു പ്രശ്നം വരുമ്പോൾ നമുക്ക് അതിനെ ഓവർകം ചെയ്യാനുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ആവശ്യമുണ്ടല്ലോ. അതിനെ നമുക്ക് എങ്ങനെ ഒന്നും ബാലൻസ് ഞാനിപ്പോ പെട്ടെന്ന് ആലോചിച്ചപ്പോ ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതിയിട്ട് ഡെയിലി ടിക്ക് ചെയ്ത് പോവാന്നുള്ളതാണ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് വർക്കൗട്ട് ആവോ? ഞാൻ പറഞ്ഞത് എഴുതുന്നത് നമ്മുടെ കോമണും അല്ലാത്തതുമായ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ. ഇപ്പം ഉദാഹരണം പറഞ്ഞാല് നമ്മള് ജോലി ഇല്ലാതിരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ജോലി കിട്ടും, അല്ലെങ്കിൽ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടുണ്ട്, അപ്പോൾ ഒരാൾ നമ്മളെ സഹായിക്കാൻ വന്നു, നമ്മളൊരു പ്രശ്നത്തിലിരിക്കുമ്പോൾ അതൊക്കെയാണല്ലോ നമ്മുടെ വലിയൊരു അനുഗ്രഹമായിട്ട് നമുക്ക് തോന്നുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞത് നമുക്ക് ഈ പ്രശ്നത്തിലിരിക്കുമ്പോൾ എങ്ങനെ അതിനെയും നല്ലതായി കാണാനായിട്ട് എല്ലാത്തിനും ഒരു മനോഭാവമാണ്. ഞാൻ ഇപ്പൊ നിക്കിന്റെ കാര്യം പറഞ്ഞു, ഹെലൻ കെല്ലനെ, ഇതൊക്കെ ഓരോ മനോഭാവങ്ങളാണ്. എന്റെ ഇല്ലായ്മയിലും എന്റെ പ്രശ്നത്തിലും എനിക്ക് അതിനെ എങ്ങനെ നല്ലതാക്കി കൊണ്ടുപോകാം, അതും ഒരു അനുഗ്രഹമായിട്ടും തോന്നാം. ഇപ്പൊ എന്റെ ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ വന്നപ്പോൾ ഞാൻ ആദ്യമേ ഒന്ന് തളർന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ആ പ്രശ്നം വന്നതുകൊണ്ട് എനിക്ക് കുറെ കാര്യങ്ങൾ അറിയാനായിട്ട് പറ്റി. എന്റെ ജീവിതത്തിൽ മാറ്റേണ്ടതായിട്ട് മാറ്റുവാനും മറ്റുള്ളവരെ ആ പ്രശ്നത്തിൽ അനുഭവിക്കുന്നവരെ ആ വേദനയോട് എനിക്ക് കാണുവാനായിട്ട് സാധിച്ചു. നമ്മളൊരു ഫ്രണ്ട്ഷിപ്പ് ആയാലും നമുക്കൊരു പ്രശ്നം വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് ആയാലും റിലേഷൻഷിപ്പ് ആയാലും എത്രമാത്രം ആത്മാർത്ഥതയുണ്ട്, എത്രമാത്രം നമ്മളോട് കൂടെ നിൽക്കുന്നവരാണ്, കൂടെ നിൽക്കാത്തവരാണ് എന്ന് മനസ്സിലാവുന്നത് നമുക്കൊരു പ്രശ്നങ്ങൾ വരുമ്പോഴാണ്. അപ്പൊ അതും ഒരു അനുഗ്രഹമാണ്. എനിക്ക് പ്രശ്നം വന്നുകൊണ്ടാണല്ലോ ഞാൻ മനസ്സിലാക്കുന്നത് എന്റെ കൂടെയുള്ളവർ എങ്ങനെയാണെന്ന്. അല്ലെ? പ്രശ്നത്തെയും നമുക്കൊരു അനുഗ്രഹമായിട്ടാണ്. പ്രശ്നത്തിൽ നിന്ന് നമുക്ക് നല്ല നല്ല പാഠങ്ങൾ പഠിക്കാനും ഉണ്ടല്ലോ. അതാണ് ചെറുപ്പത്തിൽ പഠിച്ചത്. ഞാൻ പലരും പറയുന്ന ഒരു കാര്യമാണ്, ഇപ്പം പ്രശ്നത്തിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ എനിക്ക് പ്രശ്നമാണല്ലോ എന്ന് പറയാം. ആ പ്രശ്നം വന്നതുകൊണ്ടാണ് നമുക്ക് പലതും വളരാൻ പറ്റിയത്, വ്യത്യസ്തമായി ചിന്തിക്കാൻ പറ്റിയത്. അല്ലെ? നമുക്കൊരു ബ്ലോക്ക് വരാൻ നേരത്താണ് അതിൽ നിന്ന് മാറിപ്പോകണമെന്ന് നമുക്ക് തോന്നുന്നത്. അപ്പോഴാണ് നമുക്ക് പ്രശ്നങ്ങൾ വരുമ്പോഴാണ് നമ്മുടെ കോൺഫിഡൻസ് എന്താണെന്നും നമ്മുടെ കാലിബർ എന്താണെന്നും നമ്മുടെ വളർച്ച, നമ്മുടെ സ്കില്ല് എന്താണെന്നും ഒക്കെ നമുക്ക് മനസ്സിലാവുന്നത് ഒരു പ്രശ്നത്തിൽ അഭിമുഖീകരിക്കാൻ നേരത്താണ്. എനിക്കെങ്ങനെ ഇപ്പം തന്നെ നമ്മൾ ഈ മോർണിംഗ് സർക്കിൾ ആദ്യമൊക്കെ എനിക്കൊക്കെ ട്രെയിനിങ് ടോക്കിലൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ പറയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവും ഞാൻ ആരാണ്, എന്താണ്, എനിക്ക് ഇങ്ങനെ ഒരു കഴിവുണ്ടെന്ന് മനസ്സിലാവുന്നത് ഒരു പ്രശ്നത്തിൽ അകപ്പെടുമ്പോഴാണ്. സ്മൂത്തായി പോകുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ, നമ്മൾ ആരാണെന്ന് പോലും നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നില്ല. വെൽക്കം. നമ്മുടെ ലൈഫ് ആകുമ്പോൾ നമുക്ക് എപ്പോഴും ബ്ലെസ്സിങ്സ് മാത്രമായിരിക്കും ഉണ്ടാവുക. അതെ. പക്ഷെ നമ്മൾ കാണാതെ പോകരുത് ഓരോ ദിവസവും നമ്മുടെ ഓരോ ബ്ലെസ്സിങ്സും
നമ്മളത് നിസ്സാരവൽക്കരിക്കും. ഞാൻ പറഞ്ഞ ഇന്ന് എൻ്റെ അടുത്ത് ക്ലയന്റ് വന്ന് പുള്ളി അത് ചിന്തിച്ചില്ല. ഞാൻ പറഞ്ഞപ്പോഴാണ് ചിന്തിച്ചത് എനിക്ക് എത്രമാത്രം അനുഗ്രഹങ്ങളാണ് എനിക്ക് ജീവിതത്തിൽ ഉണ്ടെന്നുള്ളത്. കാരണം പുള്ളി പറഞ്ഞു എനിക്ക് മനസ്സിലാകുന്നു, ഹോംലെസ് ആയിട്ടുള്ള പുള്ളിക്കൊരു വീടില്ല. ഇവിടെയെന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ ജോലി ചെയ്യുന്ന കുറെ ഡ്രഗ്സും കാര്യങ്ങളും ഉള്ള ഒരു ഇതിലാണ്. അപ്പം ഇവർക്ക് വീടില്ല. കാരണം ഇവരുടെ ജീവിതം തന്നെ ഇങ്ങനെ മദ്യത്തിനും മയക്കുമരുന്നും അടിമയായി. ഞാൻ പുള്ളിയോട് ചോദിച്ചു, നോക്ക് വെളിയിലോട്ട് ഇറങ്ങി നോക്ക്, നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് ഒരു അനുഗ്രഹമാണ് അല്ലേ? നമുക്ക് ഇന്നടുത്ത് പോകണമെന്ന് വെച്ചാൽ എനിക്ക് ഇന്നടുത്ത് പോകാം, ഇന്നത് കഴിക്കണമെന്ന് വെച്ചാൽ എനിക്ക് കഴിക്കാം, ഇന്നത് ചെയ്യണമെന്ന് വെച്ചാൽ എനിക്ക് ചെയ്യാം. ഈ മദ്യത്തിനും മയക്കിനും അടിമയായിരിക്കുന്ന വ്യക്തികൾക്ക് സ്വന്തം ജീവിതം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് സബ്സ്റ്റൻസ് അബ്യൂസ് ആണ് അവരെ കൺട്രോൾ ചെയ്യുന്നത്. അവർക്ക് കൺട്രോൾ ചെയ്യാൻ, നമുക്ക് നമ്മളെ മാനേജ് ചെയ്യാൻ പറ്റും, അതൊരു അനുഗ്രഹമല്ലേ? അതുപോലെ തന്നെ നമ്മുടെ ഞാൻ ഇവരെയൊക്കെ കാണുമ്പോൾ ഞാൻ എന്ത് ബ്ലെസ്ഡ് ആണ്, എനിക്ക് നല്ലൊരു പേരൻസ്, അവര് നല്ലൊരു എഡ്യൂക്കേഷൻ, അവര് നന്നായി വളർത്തിക്കൊണ്ട് ഞാൻ ഇവിടെ വരെ എത്തി. എത്രയോ എൻ്റെ അടുത്ത് വരുന്ന ക്ലയൻസിന് പേരൻസ് വന്ന് ഡിവോഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ അവരും ഇങ്ങനെ മദ്യത്തിനും അങ്ങനെയൊക്കെയുള്ള മയക്കുമരുന്നും കാര്യങ്ങളൊക്കെ പോകുന്നു, കുട്ടികൾ ഉണ്ടാവുന്നു, അതിനെ ഫോസ്റ്റേഴ്സ് ഹോമിലാക്കുന്നു, അതിനെ അബ്യൂസ് ചെയ്യുന്നു, പേരൻസ് തന്നെ അബ്യൂസ് ചെയ്യുന്നു, റിലേറ്റീവ് അബ്യൂസ് ചെയ്യുന്നു, ചൈൽഡ്. എന്തൊക്കെ പ്രോബ്ലംസ് ആണെന്നറിയാം. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഞാൻ നോക്കും, ദൈവമേ ഞാൻ എന്ത് ഭാഗ്യവാനാണ്, എന്ത് അനുഗ്രഹമാണ് എനിക്കുള്ളത് അല്ലെ? നമ്മൾ വലിയതിനെ നോക്കാതെ നമ്മുടെ ചെറുതിനെയൊക്കെ നോക്കിയ എത്രമാത്രം അനുഗ്രഹത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതാണ് ഞാൻ പോയിന്റ് ഔട്ട് ചെയ്യാൻ ശ്രമിച്ചത്. അതെ, നമ്മുടെ ലൈഫ് സ്മൂത്ത് ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ബ്ലെസ്സിങ്സ് കൗണ്ട് ചെയ്യണം എന്നുള്ളതാണ്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ആർക്കൊന്നും പറയാനില്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാലേ സാർ? ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ എവറി വൺ. താങ്ക് യു. എല്ലാവരും ഫീഡ്ബാക്ക് ഗ്രൂപ്പിലൊക്കെ അറിയിക്കുക. താങ്ക് യു ഓൾ.